നമസ്കാരം. പുതിയ പുതിയ കണ്ടെത്തലുകൾ വരുമ്പോൾ അത് കൂടുതലും സഹായകമാകുന്നത് മനുഷ്യർക്ക് തന്നെയാണ്. പണ്ട് കാലങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനുഷ്യർ ഇന്ന് ഏറെ പുരോഗമിച്ചിരിക്കുന്നുവെന്ന് തന്നെ പറയാം. എന്തും എപ്പോ വേണമെങ്കിലും എല്ലാം ഇന്ന് വിരൽ തുമ്പിലാണല്ലേ. എന്നാൽ നമ്മളൊന്നും മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്നത്. എന്താണെന്നല്ലേ? ജപ്പാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വിചിത്രവും രസകരവുമായ വാർത്ത തന്നെയാണ്. മനുഷ്യനെ കുളിപ്പിക്കാനായി ജപ്പാൻ പുതിയൊരു വാഷിംഗ് മെഷീൻ ഒരുങ്ങുകയാണ്. മീറായ് നിഞ്ചിൻ സെറാകുക്കി എന്നാണ് ജാപ്പനീസ് ഭാഷയിൽ ഈ മനുഷ്യന് വേണ്ടിയുള്ള വാഷിംഗ് മെഷീന് പേര് നൽകിയിരിക്കുന്നത്. ഈ വാഷിംഗ് മെഷീനിൽ കുളിച്ചാൽ ശരീരം മാത്രമല്ല മനസ്സ് വൃത്തിയാകുമെന്നാണ് ഇതിന്റെ ഉപജ്ഞാതാക്കൾ അവകാശപ്പെടുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വാഷിംഗ് മെഷീൻ കുളി ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായ വിശകലനം നടത്തുമെന്നാണ് അവർ പറയുന്നത്. ഒസാക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സയൻസ്കോ എന്ന സ്ഥാപനമാണ് ഈ വാഷിംഗ് മെഷീൻ നിർമ്മിക്കുന്നത്. 15 മിനിറ്റ് സമയമാണ് ഒരാൾക്ക് ഈ മെഷീനിൽ കുളിക്കാൻ അനുവദിച്ചിട്ടുള്ള സമയം. പോർ വിമാനങ്ങളുടെ കോക്പിറ്റിന്റെ മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജപ്പാനിലെ ഒസാക്കയിലെ കൻസായി എക്സ്പോയിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മേളയിൽ ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 1000 പേർക്ക് ഈ വാഷിംഗ് മെഷീനിൽ കുളിക്കാൻ അവസരം ലഭിക്കും. ഒസാക്കയിൽ എത്താൻ കഴിയാത്തവർ നിരാശപ്പെടേണ്ടതില്ലെന്നും വൻതോതിൽ തന്നെ ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുകയാണെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുള്ള 70% തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞു. കുളിക്കാനായി ഒരാൾ ഇതിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ പകുതി ഭാഗത്തോളം ചൂടുവെള്ളം നിറയ്ക്കും. തുടർന്ന് തീരെ ചെറിയ സുഷിരങ്ങളുള്ള ഹൈ സ്പീഡ് വാട്ടർ ജെറ്റുകളിലൂടെ വെള്ളം ശക്തിയായി കുളിക്കുന്നയാളിന്റെ ശരീരത്തേക്ക് ചീറ്റും. വ്യവസായ രംഗത്ത് ഇലക്ട്രോണിക് കമ്പോണന്റ് വൃത്തിയാക്കുന്ന അതേ രീതിയിലാണ് ഇതിനുള്ളിൽ പ്രവേശിക്കുന്ന മനുഷ്യന്റെ ശരീരവും വൃത്തിയാക്കുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ യന്ത്രത്തിന് ശരീരം മാത്രമല്ല മനസ്സിനെയും വൃത്തിയാക്കാൻ കഴിയുമെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. എന്നാൽ പുതിയ തലമുറയ്ക്കായി നിർമ്മിച്ച ഈ ഉപകരണത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് 1970 നടന്ന ജപ്പാൻ വേൾഡ് എക്സ്പോയിൽ സാനിയോ ഇലക്ട്രിക് കമ്പനി ഇത്തരത്തിൽ മനുഷ്യനെ കുളിക്കാനുള്ള വാഷിംഗ് മെഷീനുകൾ പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ഉപകരണം അന്ന് കമ്പനി വിപണിയിൽ ഇറക്കിയിരുന്നില്ല. ഇപ്പോൾ പുതിയ തലമുറയ്ക്കായി നിർമ്മിക്കുന്ന വാഷിംഗ് മെഷീനുകൾക്ക് വില എത്രയായിരിക്കുമെന്ന കാര്യം കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. വെബ് ഡെസ്ക് തത്തുമൈ TV.